ശരീരഭാരം കൂടുതലായിരുന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീയെ അവളുടെ കാമുകൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒഴിവാക്കി. ഇത് അറിഞ്ഞപ്പോൾ ഹൃദയം തകർന്ന് എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി അവൾ ഉയരത്തിൽ നിന്ന് ചാടി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവൾ ജീവനോടെ ഉണർന്നു. മേരി വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് കരഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മൈക്ക് ഒരു ദിവസം രാത്രി മദ്യപിച്ചിരുന്നു. അന്ന് രാത്രി അവർ അടുപ്പത്തിലായി. അടുത്ത ദിവസം രാവിലെ മൈക്കിനെ ആകർഷിക്കാൻ വേണ്ടി മേരി നേരത്തെ ഉണർന്ന് മേക്കപ്പ് ഇട്ടു. എന്നാൽ അത് മൈക്കിന് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അവൾ മേക്കപ്പ് മായ്ച്ചു കളഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ സ്വഭാവം മൈക്കിന്റെ മനസ്സിനെ സ്പർശിച്ചു. അവർക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് അവൻ നിർദ്ദേശിച്ചു. മൈക്ക് അവളെ ഭാര്യ എന്ന് വിളിച്ചപ്പോൾ മേരിക്ക് അത് സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ തോന്നി. ബോക്സിംഗ് റിംഗിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച ഒരു ബോക്സറായിരുന്നു മൈക്ക്. മേരിക്ക് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതിനാൽ അവനെ സഹായിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു മത്സരത്തിനായുള്ള കരാർ ഉറപ്പിച്ചപ്പോൾ മൈക്ക് ആ നല്ല വാർത്തയുമായി അവളെ വിളിച്ചു. മേരി അവനുവേണ്ടി ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. അവർക്ക് അധികം പണമില്ലായിരുന്നെങ്കിലും അവൾ അവനുവേണ്ടി വില കൂടിയ ചെമ്മീൻ വാങ്ങി. മേരി അവരുടെ ബന്ധം നിലനിർത്താൻ സാധിക്കുന്നതെല്ലാം ചെയ്തു. ഫ്ലയറുകൾ വിതരണം ചെയ്യുകയും ഭക്ഷണം പാചകം ചെയ്യുകയും മറ്റും. ഒടുവിൽ മൈക്കിന്റെ ഭാരം ആവശ്യമായ നിലയിലെത്തി. അവൻ സന്തോഷത്തോടെ മേരിയെ തന്റെ കൈകളിൽ എടുത്തുയർത്തി. എന്നാൽ അവന്റെ കാലൊരു മേശയിൽ ശക്തിയായി തട്ടിയത് അവൻ അറിഞ്ഞില്ല. പിന്നീട് മേരി പതിവ് പോലെ അവന് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ മൈക്കിന്റെ എതിരാളി അവന് കളി തോറ്റുകൊടുക്കാൻ പണം നൽകുന്നത് അവൾ കണ്ടു. മേരി അകത്തേക്ക് വന്നപ്പോൾ പല മത്സരങ്ങൾക്ക് ശേഷവും തനിക്ക് അത്രയധികം പണം കിട്ടില്ലെന്ന് മൈക്ക് വിശദീകരിച്ചു. മേരി ഒരു നിമിഷം നിശബ്ദയായി നിന്നു. എന്നിട്ട് ശാന്തമായി അവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ മൈക്ക് ദേഷ്യത്തോടെ അലറി അവൾ തനിക്ക് ഒരു പരിശീലകൻ മാത്രമാണെന്നും കാമുകിയല്ലെന്നും എല്ലാവരോടും പറഞ്ഞു. അതോടെ അവരുടെ ബന്ധം അവസാനിച്ചു. മുൻപും മേരിക്ക് ദുരിതങ്ങളുണ്ടായിട്ടുണ്ട്. അവളുടെ മുൻകാമുകൻ അവളുടെ ഉറ്റ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയിരുന്നു. ഇപ്പോൾ അതേ സുഹൃത്ത് അവരുടെ വിവാഹത്തിന് അവളെ ക്ഷണിച്ചു. ഇത് വേദനിപ്പിച്ചെങ്കിലും മേരി പോയി. ഇതെല്ലാം അവളെ വല്ലാതെ തളർത്തി. മരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട ശേഷം അവൾക്ക് പ്രതീക്ഷ നൽകിയ ഒരു പോസ്റ്റർ കണ്ടു. അത് അവളെ പ്രചോദിപ്പിച്ചു. അവൾ നേരെ ഒരു ജിമ്മിലേക്ക് പോയി. അവിടെയുള്ള ആളുകൾ അവൾക്ക് തടി കൂടുതലാണെന്ന് പറഞ്ഞെങ്കിലും മേരി അത് കാര്യമാക്കിയില്ല. അവൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അവൾ ഓടുകയും പരിശീലിക്കുകയും ചെയ്തു. ഒരൊറ്റ തവണ വിജയിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. എത്ര ക്ഷീണിച്ചിരുന്നാലും ആളുകൾ കളിയാക്കിയാലും അവൾ പിന്തിരിഞ്ഞില്ല. അവളുടെ അപേക്ഷകൾ വീണ്ടും വീണ്ടും നിരസിക്കപ്പെട്ടു. പക്ഷേ അവൾ ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടില്ല. പതിയെ പതിയെ അവൾ മെച്ചപ്പെട്ടു. പിന്നീട് ഒരു വർഷത്തിനു ശേഷം അവൾക്ക് ആരെയും തടയാൻ കഴിഞ്ഞില്ല.